ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ചില ഇന്റീജർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. -5 -2. അപ്പൊ ഇവിടെ രണ്ട് നെഗറ്റീവ് സൈൻ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പോ -5 + 2 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ -5 + 2 ഇതിന്റെ ആൻസർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇവിടെ രണ്ടും ഡിഫറെന്റ് സൈൻസ് ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് 3 ആണ്. അപ്പോൾ ഡിഫറൻസ് 3 എഴുതുക. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 5 ആണ്. അതിന്റെ സൈൻ കൊടുക്കുക. അപ്പോൾ -3. അപ്പൊ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് രണ്ടും കൂടെ കൂട്ടുക, നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പൊ 6 9 15, ഒരു മൈനസ് സൈൻ കൊടുക്കുക. -15 ആണ് ആൻസർ. -6 + -9 എന്ന് എഴുതിയാലും -6 -9 എന്ന് എഴുതിയാലും രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ ഇവിടെയും രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുക, മൈനസ് സൈൻ കൊടുക്കുക. അപ്പൊ 6 9 15, മൈനസ് സൈൻ കൊടുക്കുന്നു, -15. അടുത്തത് 2 - 10. ഇവിടെ രണ്ടിന്റെ സൈൻ പോസിറ്റീവ് ആണ്, 10ന്റെ സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് എടുക്കുക. അപ്പൊ ഡിഫറൻസ് 8 ആണ്. ഇനി ഇവിടെ വലിയ നമ്പർ 10 ആണ്, അതിന്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് കൊടുക്കുക. -8 ആണ് ആൻസർ. അപ്പൊ ഈ 2 - 10നെ നമുക്ക് 2 + -10 എന്നും എഴുതാം. അപ്പൊ എന്താണ് 2 + -10? ഇവിടെയും നമ്മൾ ഡിഫറൻസ് എടുക്കുക. ഇവിടെ 10 നെഗറ്റീവ് നമ്പറും 2 പോസിറ്റീവ് നമ്പറും ആണ്. അപ്പൊ 10ന്റെയും 2ന്റെയും ഡിഫറൻസ് 8 ആണ്. വലിയ സംഖ്യ 10 ആണ്, അതിന്റെ സൈൻ മൈനസ് ആണ്, മൈനസ് കൊടുക്കുന്നു. അടുത്തത് -6 - -3. ഇവിടെ രണ്ട് മൈനസ് ചേർന്നത് പ്ലസ് ആകും. അപ്പൊ -6 + 3. ഇവിടെ നോക്കുക, ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും ആണ് വന്നേക്കുന്നത്. അതായത് നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും കൂടെ ആഡ് ചെയ്തേക്കുവാണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് 3 ആണ്. ഇനി വലിയ നമ്പർ 6 ആണ്, അതിന്റെ സൈൻ കൊടുക്കുന്നു മൈനസ്. അപ്പൊ -3 ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക.